കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചാമ്പ്യൻ ലീഗ് സെമിഫൈനലിലെ സെക്കൻഡ് ലെഗ് പോരാട്ടം ബാർസയും ഇന്ററും തമ്മിലുള്ള ഒരു സൂപ്പർബ് പോരാട്ടമാണ് ഇന്ന് രാത്രി സാൻമേരിയിൽ വെച്ച് നടക്കാൻ പോകുന്നത്. കാരണം നമ്മൾ ആദ്യം കണ്ടതാണ് ബാർസയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് കണ്ടതാണ്. എൻ്റെ മോനെ പക്ക എന്റർടൈൻമെന്റ് ഫുട്ബോൾ. കാരണം ഇന്റർ രണ്ടെണ്ണം അടിക്കുന്നു, ബാർസലോണ രണ്ടെണ്ണം തിരിച്ചടിക്കുന്നു, വീണ്ടും ഇന്റർ അടിക്കുന്നു, വീണ്ടും ബാർസലോണ തിരിച്ചടിക്കുന്നു. അങ്ങനെ അടിക്ക് തിരിച്ചടി നടന്ന ഒരു സൂപ്പർബ് പക്ക സെമിഫൈനലിൽ എങ്ങനെ ആയിരിക്കണം എന്ന് കണ്ട എല്ലാ ചേരുവകളും ചേർന്ന ഒരു സൂപ്പർബ് മാച്ചാണ് നമ്മൾ ബാർസലോണയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് ആദ്യപാദ സെമിഫൈനൽ മാച്ചിൽ നമ്മൾ കണ്ടത്. അപ്പൊ അതുപോലത്തെ ഒരു സൂപ്പർ മാച്ചിനെ ആയിരിക്കും നമ്മളെല്ലാവരും ഇന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയായിരിക്കും, കാരണം ഇന്ററിന്റെ ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് മത്സരം, സാമേറിയയിൽ വെച്ച്. അപ്പൊ ബാർസലോണയ്ക്ക് എന്തായാലും കപ്പ് നേടിയേ മതിയാവും. കാരണം 10 വർഷമൊക്കെ ആവുന്നുണ്ടല്ലേ ബാർസലോണ ഒരു സെമിഫൈനൽ കടക്കാതെ. ആ രീതിക്കാണ് ബാർസലോണയുടെ ഫോം ഉള്ളത് യുഎഫ ചാമ്പ്യൻ ലീഗ്. അപ്പൊ എങ്ങനെയെങ്കിലും സെമിഫൈനൽ കടക്കണം എന്ന ഒറ്റ ഇതിലായിരിക്കും ബാർസലോണ കളിക്കുന്നത്. ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെയാണ്. കാരണം രണ്ട് ടീമും, ബാർസ ആയിരുന്നാലും ഇന്റർ ആയിരുന്നാലും ചാമ്പ്യൻ ലീഗിന്റെ ആ ഒരു പെരുമ പേറുന്ന ടീമിലാണ്. ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം 7 ട്രോഫികൾ ഇന്ററിന്റെ ഷെൽഫിൽ ഉണ്ട്. ബാർസയെ സംബന്ധിച്ചിട്ട് 6 ട്രോഫികൾ ബാർസയ്ക്കുമുണ്ട്. അപ്പം രണ്ടും ചാമ്പ്യൻ ലീഗിന്റെ രാജാക്കന്മാരാണ്. അപ്പം രാജാക്കന്മാർ ഏറ്റുമുട്ടുമ്പോൾ എന്തായാലും കാര്യം ഒരു നിസ്സാരമായിരിക്കില്ല, അമ്മാതിരി സൂപ്പർ പോരാട്ടമായിരിക്കും. ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ ഫിസിക്കലായിട്ടുള്ള സ്ട്രെങ്തും ഡിഫെൻഡ് ചെയ്യാനുള്ള ആ ഒരു ഇതും, അതുപോലെ തന്നെ സിറ്റ് ബാക്ക് ചെയ്തും അറ്റാക്ക് ചെയ്യുന്നുള്ള ആ ഇന്ററിന്റെ ആ കഴിവ് ബാർസയെ സംബന്ധിച്ചിടത്തോളം വളരെ തലവേദന തന്നെയായിരിക്കും. കാരണം ഡംഫ്രൈസ് തന്നെ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ ഡംഫ്രൈസ് തന്നെ ബാർസയുടെ മൊത്ത തലവേദനയും സൃഷ്ടിച്ചു കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ മിഖിറ്റാര ആയിരുന്നാലും കലഗ്നോഗ്ലു ആയിരുന്നാലും ഒരുപോലെ ബാർസലോണ ഡിഫൻസിൽ ഒരുപോലെ പരീക്ഷിക്കാൻ കഴിവുള്ള മിഡ്ഫീൽഡേഴ്സ് ആണ്. കാരണം അവരെ കൊണ്ടും കില്ലർ പാസുകൾ നൽകാൻ അവരെ കൊണ്ട് സാധിക്കും. കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ ഒട്ടുമിക്ക അറ്റാക്കുകൾ വന്നത് ബാർസലോണ ആ റൈറ്റ് വിങ്ങിന്ന്, ആ റൈറ്റ് വിങ്ങിന്നാണെന്ന്. കാരണം ജെറാർഡ് മാർട്ടിനെ കൊണ്ട് ഡംഫ്രൈസിനെ തടുക്കാൻ സാധിച്ചില്ല. പിന്നെ വന്ന ഇനീഗോ മാർട്ടിനസ് ആയിരുന്നാൽ പോലും അത്ര വിജയകരമായിരുന്നില്ല. അപ്പം ബാർസയെ സംബന്ധിച്ച് കൂണ്ടയുടെയും അതുപോലെ തന്നെ ബാൾഡയുടെയും ആ ഒരു പോരായ്മ, ഇല്ലാത്ത ഒരു കുറവ് ബാർസയെ സംബന്ധിച്ച് തികച്ചും ഒരു തലവേദന തന്നെ ആയിരിക്കും. കാരണം ബാൾഡെ ഉള്ള സമയത്ത് റഫിന്റെ ഫ്രീ ആയിരിക്കും. കാരണം ബാൾഡയുടെ പൊസിഷൻ അത്ര അഡ്വാൻസ് ആയിട്ട് അല്പം കൂടെ അറ്റാക്കിംഗ് ഇതിലായിരിക്കും ബാൾഡെ കളിക്കുന്നത്. അപ്പൊ ആ ഒരു പൊസിഷനിൽ റഫിന് അല്പം കൂടെ ഫ്രീ ആയിട്ട് ഒരു എഡ്ജിൽ നിന്ന് ഫ്രീ ആയിട്ടായിരിക്കും റാഫിനെ കളിക്കുന്നത്. പക്ഷെ ആ ഒരു പൊസിഷൻ ഇപ്പോൾ റാഫിനെയാണ് കവർ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ആ ഒരു ലെഫ്റ്റ് വിങ് മാത്രമായിരിക്കും ബാർസലോണയ്ക്ക് ഒരു മൈനസ് പോയിന്റ് ആയിട്ട് ഉള്ളത്. അപ്പം മറ്റൊരു പോയിന്റ് നോക്കുകയാണെങ്കിൽ ലെവൻഡോസ്കി തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് 11 കളിക്കാൻ സാധ്യതയില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടായിരിക്കും ലെവൻഡോസ്കി ഇറങ്ങാൻ സാധ്യത. അപ്പം ബാർസലോണ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ കുർബാസയും അതുപോലെ തന്നെ അറോജ ആയിരിക്കും സെന്റർ ബാക്കായിട്ട് വരിക. ജെറാർഡ് മാർട്ടിൻ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇനിഗോ മാർട്ടിനസ് ലെഫ്റ്റ് ബാക്കായിട്ടും ഗാർസി ആയിരിക്കും റൈറ്റ് ബാക്കായിട്ട് വരിക. പിന്നെ പെഡ്രിയും ഡിയോങ് ആയിരിക്കും മിഡ്ഫീൽഡ് ഉണ്ടാകുക. പിന്നെ ഓൾമ. എന്തായാലും പെഡ്രി ഇല്ലാതെ ബാർസലോണ മിഡ്ഫീൽഡ് ഒരിക്കലും ശരിയായി വരുന്നില്ല. കാരണം പെഡ്രി ഇല്ലാത്ത സമയത്ത് ബാർസലോണ ചില ചാഞ്ചാട്ടങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഫോർവേഡായിട്ട് ലാമിൻ യമാലും ഫെറാൻ ടോറസും റാഫിനെയും ആയിരിക്കും. അപ്പൊ ഇന്ററിനെ നോക്കുകയാണെങ്കിൽ ഇന്ററിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കളിയിൽ LS വരണമായിട്ടുള്ള ലീഗ് മാച്ച് ഇന്ത്യയുടെ എൻ്റയർ 11നെയും ബാർസലോണയോടൊപ്പം കളിച്ച എൻ്റർ 11നെയും ഇൻസാഗി വിശ്രമം നൽകിയിരുന്നു. അപ്പം അവർ തന്നെയായിരിക്കും തിരിച്ചു വരുന്നത്. സോമറായിരിക്കും ഗോൾ കീപ്പറായിട്ട്, ബസേഡിയും അക്കാർബിയും ബാസ്റ്റോണിയായിരിക്കും ഡിഫൻഡറായിട്ട്. 3-5-2 എന്ന ഫോർമേഷനിലായിരിക്കും കളിക്കുക. പിന്നെ വരുമ്പോഴേക്കും അവരുടെ 10 പേരും അവിടെ ഡിഫൻഡിൽ തന്നെ ആയിരിക്കും. ഡിഫൻഡിൽ നിന്നാലും പക്ഷെ അവർ അറ്റാക്ക് വന്ന ബാസ്റ്റോണി സഹിതം അറ്റാക്കിലോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് മിഖിറ്റാരിയനും കലഗനോകളൊക്കെ ഒന്ന് അല്പം ബേക്കിറങ്ങി ഡിഫൻഡിന്റെ ആ ഡ്യൂട്ടി ചെയ്യും ആ സമയത്ത്. അപ്പം മിഡ്ഫീൽഡറായിട്ട് ഡംഫ്രൈസും ബറേലയും അതുപോലെ തന്നെ കലഗനോകളും മിഖിറ്റാരിയനും ഡിമാർക്കുമായിരിക്കും. ഫോർവേഡായിട്ട് തുറാമും ഒന്നുകിൽ തരീമയായിരിക്കാം, അല്ലെങ്കിൽ തുറാമും ലൊട്ടോറ മാർട്ടിനസിനായിരിക്കാം വരിക. അത് കൺഫർമേഷൻ ആയിട്ടില്ല, കൺഫർമേഷൻ ആവും. എന്തായാലും ലൈൻ പോരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ബാർസലോണയെ സംബന്ധിച്ച് എമാൽ നയിക്കുന്ന അറ്റാക്ക് തന്നെയായിരിക്കും ബാർസലോണയുടെ ആ ഒരു കരുത്ത്. പെഡ്രി ഡിയോങ്ങും ചേരുന്ന ആ മിഡ്ഫീൽഡും. പിന്നെ ഡിഫൻസ് ഷെയ്ക്ക് ആയിരുന്നു. കഴിഞ്ഞ കളി നോക്കിയാൽ ഡിഫൻസ് ഷെയ്ക്ക് ആയിരുന്നു. എത്രമാത്രം ബാർസലോണയുടെ ഹൈലൈൻ ബാർസലോണയെ വിജയിപ്പിക്കും
എന്ന് അവിടെ പെർഫോമൻസിൽ നിന്ന് കാണാം നമുക്ക്. കാരണം എത്ര ഹൈലൈൻ വച്ചാലും അവിടെ ബാൾ ഫോക്കസ് ചെയ്യണം. പക്ഷെ ഹൈലൈൻ ട്രാപ്പ് മറികടന്ന് ഡംഫ്രൈസ് കഴിഞ്ഞ 2-3 തവണ കണ്ടതാണ്. ഒരു നാരോ ഒരു ഡിഫറൻസിൽ മാത്രമാണ് ആ ഒരു ഗോൾ ഓഫ് സൈഡ് ആയത്. ഇപ്പോൾ ബാർസയെ സംബന്ധിച്ച് ഹൈലൈൻ എത്രമാത്രം വിജയകരമാവുമെന്ന് നമുക്ക് നോക്കി കാണേണ്ടതാണ്. അതുപോലെ തന്നെ ഈ പത്രസമ്മേളനത്തിൽ പറഞ്ഞ ഇൻസാഗി ലാമിൻ യമാലിനെ ഡബിൾ മാർക്ക് ചെയ്യുന്നു. കാരണം കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ മിഖിറ്റാരിയനും ഡിമാർക്കയും ആയിരുന്നു ലാമിൻ യമാലിനെ മാർക്ക് ചെയ്തത്. അപ്പം ഡബിൾ മാർക്ക് ചെയ്തിട്ട് പോലും ലാമിൻ യമാൽ ഭയങ്കരമായിട്ട് തലവേദനയാണ് ഇന്ററിനെ സൃഷ്ടിച്ചത്. കാരണം ആ ഒറ്റ ഗോൾ തന്നെ വല്ലാത്തൊരു ഗോൾ, അതുപോലെ തന്നെ ഡിമാർക്കയിനെ കട്ട് ചെയ്തൊരു ടൈറ്റ് ആംഗിൾ ഒരു ഷോട്ട്, ഒരു ഫിംഗർ ടിപ്പിൽ മാത്രമാണ് അത് ഗോളിലോട്ട് കലാശിക്കാതിരുന്നത്. അപ്പോൾ ബാസ്റ്റോണിയും കൂടെ ലാമിൻ യമാലിനെ മാർക്ക് ചെയ്യേണ്ടി വേണ്ടി വരും. കാരണം മിഖിറ്റാരേനും ഡിമാർക്കോയും കഴിഞ്ഞാൽ പിന്നെ ബാസ്റ്റോണി ആണ് അവിടെ ഉള്ളത്. അപ്പം 3 മാർക്കിംഗ് ആയിരിക്കും ലാമിൻ യമാലിന്റെ നേരെ ഉണ്ടായിരിക്കുക. പക്ഷെ എങ്കിലും ലാമിൻ യമാലിനെ മാർക്ക് ചെയ്യുന്ന സമയത്തും വേറെ ഒരാളുണ്ട്, പെഡ്രി. ആ പെഡ്രിയുടെ രണ്ടാമത്തെ ഗോള് റാഫിനിക്ക് കൊടുത്ത ബ്ലൈൻഡ് പാസ് നമ്മൾ കണ്ടതല്ലേ. ആ പെഡ്രിനെയും കൂടെ മാർക്ക് ചെയ്യും. പിന്നെ ആര് മാർക്ക് ചെയ്യും? പെഡ്രിയും അവിടെ ഇന്റർ മിലാൻ തലവേദനയാണ്. അപ്പം പിന്നെ റാഫിന്യ എനിക്ക് തോന്നുന്നില്ല കാരണം ബാൾഡെ ഒരു പൊസിഷൻ ഇപ്പം റാഫിനെയും കൂടെ കവർ ചെയ്യേണ്ട സ്ഥിതിക്ക് റാഫിനെ അല്പം സ്വതന്ത്രനാവാൻ സാധ്യത കുറവാണ്. അപ്പൊ ഇനിഗോ മാർട്ടിനസിന് എത്രമാത്രം മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന് കളി കണ്ടറിയാം. കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിലും ഇനിഗോ മാർട്ടിനസ് ബാൾഡെ പോകുമ്പോൾ ആ ഒരു മുന്നേറ്റം ഇനിഗോ മാർട്ടിനസ് കൊണ്ട് നടത്താൻ സാധിക്കില്ല. ഇനിഗോ മാർട്ടിനസ് മിക്കവാറും ആ ഒരു ഡിഫെൻസീവ് ആയിട്ടുള്ള ആ ഒരു കേന്ദ്രം മാത്രമേ ഇനിഗോ മാർട്ടിനസ് നോക്കുകയുള്ളൂ. അപ്പം റാഫിനേക്ക് അത്ര സ്വതന്ത്രമായിട്ട് കളിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ലാമിൻ യമാലും പെഡ്രിയും ആയിരിക്കാൻ ആ ഒരു ബാർസയുടെ അറ്റാക്ക് നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഓൾമ കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ ലാമിൻ യമാലായിരുന്നു അല്പം കൂടെ മുന്നേറ്റ്. കുറേ കളി നോക്കുകയാണെങ്കിൽ ഓൾമ ആയിരിക്കും അല്പം കൂടെ അഡ്വാൻസ് ആയിട്ട് കളിക്കുന്നത്. പക്ഷെ ഇന്നലെ ഇന്റർമാരിയുടെ മത്സരത്തിൽ ലാമിൻ യമാലായിരുന്നു അല്പം കൂടെ അറ്റാക്ക് ഒരല്പം കൂടെ ഓൾമയെക്കാട്ടി ഒരല്പം കൂടെ അഡ്വാൻസ് ആയിട്ട് കളിച്ചിരുന്നു. അപ്പം ഓൾമ അതുപോലെ ആയിരിക്കും കളിക്കാൻ സാധ്യത. അപ്പൊ ബാർസയെ സംബന്ധിച്ചിടത്തോളം ബാൾ എത്ര കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം ബാൾ കീപ്പ് ചെയ്യാനേ ബാർസയെ നോക്കുകയുള്ളൂ. പക്ഷെ ഒറ്റ ഫോക്കസ് മാത്രമേ ആ കളിയിൽ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ കൗണ്ടർ അറ്റാക്ക് കഴിഞ്ഞ കളി 2-3 സിറ്റുവേഷൻ നമ്മൾ കണ്ടതാണ്. കാരണം ഡംഫ്രൈസ് ആ ക്രോസുകൾ നൽകാൻ നോക്കുമ്പോഴും ബാർസയുടെ 4 ഡിഫൻഡർ ഉണ്ടെങ്കിൽ അവിടെ ഇന്ററിന്റെ 5 ഡിഫൻഡറോളം ആ ഒരു ക്രോസിന് വേണ്ടി ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട്. ബാർസയുടെ ഹൈലൈൻ എനിക്ക് തോന്നുന്നു യുഎഫ്എ ചാമ്പ്യൻ ലീഗിൽ 67 തവണ ഓഫ് സൈഡ് ട്രാപ്പ് ബാർസനെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 67 തവണ ഓഫ് സൈഡ് ട്രാപ്പ് ഫസ്റ്റ് ആണ് യുഎഫ്എ ചാമ്പ്യൻ ലീഗിൽ ബാർസലോണ ഈ ഓഫ് സൈഡ് ട്രാപ്പുകൾ നടത്തിയത്. അത് പക്ഷേ ഇന്നത്തെ കളി എത്രമാത്രം വിജയകരമാകും? കഴിഞ്ഞ കളി നമ്മൾ കണ്ടതാണ്. 2-3 തവണ ഓഫ് സൈഡും ട്രാപ്പ് മറികടന്ന് ഡംഫ്രൈസ് ആയിരുന്നാലും ഡിമാർക്ക് ആയിരുന്നാലും പോയത്. അപ്പം ഫോക്കസ് മാത്രമേ കളിയെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. കാരണം ഓഫ് സൈഡ് ട്രാപ്പ് ഇട്ടാലും അത് കവർ ചെയ്യാൻ മറ്റൊരാളെ കൊണ്ട് സാധിക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ മിഖിറ്റാരിയനും കലനോഗ്ലുവും ഒരുപോലെ ഭീഷണി ഉയർത്തുന്ന മിഡ്ഫീൽഡേഴ്സാണ്. കാരണം അവർ എത്രമാത്രം ഡിഫൻസിൽ ചെയ്താലും അവർ എന്തായാലും കളി വിജയിക്കാൻ വേണ്ടിയേ നോക്കുകയുള്ളൂ. അപ്പൊ അതുമാത്രം അറ്റാക്ക് ചെയ്യാൻ അവർ നോക്കും. അപ്പം ഒരു ഫിസിക്കൽ ബാർസലോണ ഇന്റർ മിലാൻ തമ്മിലുള്ള കളിക്കാരെ തമ്മിൽ പറയുകയാണെങ്കിൽ ആനയും ആട്ടുകുട്ടികൾ എന്നേ പറയാൻ പറ്റൂ. കാരണം അത്രമാത്രം ഹൈറ്റ് ആണ് ഇന്റർ മിലാന്റെ പ്ലേയേഴ്സ്. പറയുകയാണെങ്കിൽ ഫിസിക്കലായിട്ട് എബിലിറ്റി ഉള്ള പ്ലേയേഴ്സാണ്. അതേപോലെ പിടിച്ചു നിൽക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഇനിഗോ മാർട്ടിനസ് മാത്രമേ ഉള്ളൂ. പിന്നെ ലെവൻഡോസ്കി ഉണ്ട്. പക്ഷേ ലെവൻഡോസ്കി ഫസ്റ്റ് 11 കളിക്കാൻ സാധ്യതയില്ല. ലെവൻഡോസ്കി സെക്കൻഡ് 11 സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടായിരിക്കാൻ വരുന്നത്. അപ്പം ഇത്രമാത്രം പ്രെഡിക്റ്റഡ് ആണെന്ന് എനിക്കറിയില്ല. കാരണം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു മത്സരം, അതും സാൻ മെറയിൽ വെച്ച്. കഴിഞ്ഞ കളി നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡിയോങ് ആയിരുന്നു ഒരല്പം കൂടെ ഇന്ററിന് ആ മിഡ്ഫീൽഡിൽ അല്പം കൂടെ പെഡ്രിയേക്കാട് അല്പം കൂടെ മുന്നിട്ടിരുന്നത്. കാരണം ഒരു 103 പാസുകൾ, അതിൽ 100 പാസുകൾ കംപ്ലീറ്റഡ്, 3 പാസ് മാത്രമേ മിസ് പാസുകളായിരുന്നുള്ളൂ. അതിൽ 3-4 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. അപ്പം പെഡ്രിയും ഡിയോങ്ങും തമ്മിലുള്ള കോമ്പിനേഷനിൽ തന്നെയാണ് ആ ഒരു ബാർസലോണ ആ ബാൾ എത്രമാത്രം കീപ്പ് ചെയ്യാൻ പറ്റുമോ അത്രമാത്രം കീപ്പ് ചെയ്യാൻ നോക്കുന്നത്. കാരണം ബാള് എപ്പോഴൊക്കെ ഇന്ററിന്റെ കയ്യിൽ കിട്ടുമോ അവിടൊക്കെ അറ്റാക്ക് അവിടെ ആരംഭിക്കുകയാണ്. ആ ഒരു മൈന്യൂട്ടായിട്ടുള്ള ആ ഒരു ഓഫ് സൈഡിലാണ് കഴിഞ്ഞ കളിയിൽ ആ ഗോള് ആവാതിരുന്നത്. അപ്പം ബാർസലോണ ഡിഫൻസ് എത്രമാത്രം വിജയിക്കും പറയാൻ പറ്റൂല. കാരണം അമ്മാതിരി ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്, ഫിസിക്കലായിട്ടുള്ള കളിയാണ് ഇന്റർ കളിക്കുന്നത്. കാരണം കഴിഞ്ഞ കളി ഉണ്ടാകും എത്രമാത്രം
ഡിഫെൻഡ് ചെയ്താലും എങ്ങനെ കളി വിജയിക്കാം എന്ന് അവർ കഴിഞ്ഞ കളിയിലൂടെ അവിടെ പറയാതെ പറയുന്നുണ്ട്. ചാമ്പ്യൻ ലീഗിൽ കഴിഞ്ഞ പ്രാവശ്യം ഇന്റർ മിലാനുമായി ഏറ്റുമുട്ടുന്നത് 2022 തോന്നുന്നു അല്ലേ? അന്ന് ഇന്റർ ആയിരുന്നു 1-0 വിജയിക്കുന്നത്. അതിനുശേഷം ബാർസലോണ വിജയിച്ചിട്ടില്ല, അതിനുശേഷം കളി വന്നിട്ടില്ല, ഇപ്പോഴാണ് വരാൻ പോകുന്നത്. അപ്പം എനിക്കറിയില്ല, എനിക്ക് ഈ കളിയെക്കുറിച്ച്, ഇന്നത്തെ കളിയെക്കുറിച്ച് എനിക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. കാരണം അമ്മാതിരി അഡ്വാൻറ്റേജ് എന്താ ഇന്റർ തന്നെയാണ്, ഇന്റർ തന്നെയാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. കാരണം അവരുടെ ഹോം ഗ്രൗണ്ടാണ്, പക്ക എന്താ പറയുക, പക്ക ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അതുകൊണ്ട് എന്തായാലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കളിയാണ്. കാരണം രണ്ട് ടീമും പക്ക ചാമ്പ്യൻ ലീഗിന്റെ താരമൂല്യമുള്ള 2 ടീമുകൾ കളിച്ച് വിജയിച്ച് ഫൈനലിലേക്ക് വരാൻ അവർ നോക്കുകയുള്ളൂ. അപ്പം ബാർസലോണയ്ക്കാണെങ്കിൽ ഇന്റർ കഴിഞ്ഞ 2-3 കൊല്ലത്തിന് മുമ്പ് മാഞ്ചസ്റ്റർ ടീമായിട്ട് ഫൈനൽ മത്സരം വിജയിച്ചതാണ്. അപ്പം അവരൊരു കപ്പിന് വേണ്ടി അവരും ആഗ്രഹിക്കുന്നുണ്ട്. ബാർസലോണയെ സംബന്ധിച്ചിടത്തോളം ഈ 10 കൊല്ലത്തിന് ശേഷമൊക്കെയാണ് ഒരു ഫൈനൽ കടക്കാൻ വേണ്ടി ബാർസലോണ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും പോരാട്ടം കടുക്കുമെന്ന് ഉറപ്പാണ്. അപ്പം നിങ്ങളെ സ്കോർ എന്തായിരിക്കുമെന്ന് എൻ്റെ കമന്റിലൂടെ അറിയിക്കുക. ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കളിയാണ്. നമുക്ക് കളി കഴിഞ്ഞ് നമുക്ക് കാണാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും നമസ്കാരം.